ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ പരിപാടികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ മീനൊക്കെ എടുത്തു. മീനൊക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ നിന്ന് വെട്ടി തന്നാലും അവർ നന്നായിട്ട് ക്ലീൻ ചെയ്യില്ല. അപ്പം ഞാൻ അതിൻ്റെ തലയും ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കുഞ്ഞിപ്പണി രാവിലെ തന്നെ വന്നിരിപ്പുണ്ട്. ഇപ്പോൾ അതിൻ്റെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മീൻ എടുക്കുന്നത് വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് വെച്ചേക്കാം. അപ്പോൾ രാവിലെ അമ്മയ്ക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞ് അങ്ങനെ കുക്കറിൽ പൊടിയരിക്കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടോടെ തന്നെ കൊടുക്കാമെന്ന് കരുതിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതൊന്ന് കൊടുത്തതിന് ശേഷം മത്തിയിലേക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാമെന്ന് കരുതി. സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന മസാലകൾ തന്നെയാണ്. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മസാലയൊക്കെ പുരട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചീരയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ചീരയാണ്. അതേപോലെ മുരിങ്ങക്കായും നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. അപ്പം വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്ക്. അപ്പോൾ സൂചിക്കുഴി വന്ന് പീര പറ്റിക്കാന്ന് കരുതി. അപ്പോൾ അതിലേക്ക് കുറച്ച് മാങ്ങ ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്. കറിവേപ്പില നോക്കിയപ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മുറ്റത്ത് നിന്ന് 2 കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതും അതിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ ആ മിക്സി ജാറ് കഴുകിയ വെള്ളവും പിന്നെ പുളി കുറച്ച് ഒഴിക്കുന്നുണ്ട്. കാരണം മാങ്ങയ്ക്ക് അധികം പുളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വാളംപുളിയും കൂടി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഒന്ന് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ മീൻ പീര വെക്കുന്നത്. അമ്മയാണ് സാധാരണ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ മസാല പുരട്ടി വെച്ച മീനൊക്കെ വറുക്കാനൊക്കെ വെച്ചു. അപ്പോൾ അത് ഏകദേശം വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഉലുവപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ആക്കി. അപ്പോൾ നമ്മുടെ മീൻ പീര എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ചീര മുരിങ്ങക്കായ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും മുരിങ്ങക്കായും എല്ലാം അതിലേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കത്തില്ല. നമ്മൾ ആവി തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഉപ്പ് ആദ്യമേ ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഇത് വാടി വരുന്നത് കൊണ്ട് നമ്മൾ ആദ്യമേ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കയർക്കാനുള്ള സാധ്യതയുണ്ട്. ചീരയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ തന്നെ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കില്ല. ഈ അരപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചീരത്തോരൻ റെഡിയാകും. ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചോറൊന്നും വെച്ചിട്ടില്ല. തലേ ദിവസത്തെ ചോറ് തന്നെ ഇന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഇപ്പം കഴുകിയതിന് ശേഷം വീണ്ടും 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. 2 പേര് മാത്രം ഉണ്ടായത് കൊണ്ട് ചോറ് ഇനി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് തലേ ദിവസത്തെ ചോറ് തന്നെ എടുത്തത്. പിന്നെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ വന്നതിന് ശേഷം ചോറൊക്കെ ഞാൻ ആദ്യം കാക്കിക്കാണ് കൊടുക്കുന്നത്. അവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ചോറ് വെക്കാൻ പോയിട്ടുണ്ട്. ചോറും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ചോറ് കഴിക്കാനിരിക്കുന്നത്. ഞാൻ ചോറെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ജോലിയും ഒതുങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനുള്ള വിശപ്പൊക്കെ പോയിട്ടുണ്ടാവും. ഇനിയും ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാമേ.